എന്റെ അമ്മച്ചി രാവിലെ ആകുമ്പോൾ തുടങ്ങും റിനോൾട്ട് കിഡിന്റെ സാധനങ്ങളുണ്ടോ, റിനോൾട്ട് കിഡിന്റെ സാധനങ്ങളുണ്ടോ. ആക്സിഡന്റ് സംഭവിച്ച് നമ്മളിൽ വന്നൊരു റിനോൾട്ട് കിഡാണ് ഈ കിടക്കുന്നത്. ഈ റിനോൾട്ട് കിഡിന്റെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. സ്ക്രാപ്പിന് വന്നിരിക്കുന്നതാണ്. ഇതിന്റെ ഡോസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡോറിന്റെ സൈഡ് ഫെൻഡറിലാണ് ഇടി കിട്ടിയിട്ട് സൈഡ് ഫെൻഡർ ഇടി കിട്ടിയോണ്ട് തന്നെ ഈ ഡോറിന് ചെറിയൊരു ബെൻഡ് കാര്യങ്ങളുണ്ട്. പക്ഷെ എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ്. സെക്കൻഡ് ഹാൻഡ് സ്ക്രാപ്പ് വണ്ടികളെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ കാണും. ഇത് രണ്ടാമത്തെ ഡോർ അത്യാവശ്യം നല്ല ഡോറാണ്. ഡോർ ലോക്സ് അവൈലബിൾ ആണ്. മൂന്നാമതായിട്ട് നമുക്ക് ടെയിൽ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഗ്ലാസ്, ഈ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടി ഇതായിപ്പോയി, പക്ഷെ ബാക്ക് ഗ്ലാസ് അവൈലബിൾ ആണ്. ക്യുഡിന്റെ ബാക്ക് ഡിക്കി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബമ്പേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ സീറ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ AC വെന്റുകൾ അവൈലബിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളുടെ ഡോർ പാഡുകൾ അവൈലബിൾ ആണ്. ഡോർ ലോക്സുകൾ അവൈലബിൾ ആണ്. ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് സീറ്റുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. വണ്ടി ഉടനെ തന്നെ പോകുന്നതായിരിക്കും. ഒരുവിധം സാധനങ്ങളൊക്കെ പോയി. ടയർ വേണ്ടവർ, ടയറിന്റെ കാര്യത്തിൽ ഇപ്പോഴും പറയാം, ടയർ ഒരിക്കലും ഗ്യാരണ്ടിയിൽ തരാൻ പറ്റില്ല. കാരണം ടയർ എന്ന് പറയുന്ന സാധനം കിടക്കും തോറും ബൾജാവുന്നതാണ്. ഈ വണ്ടി ഇവിടെ വന്നാൽ ഇത്രയും കാലം കിടക്കുന്നതാണ്. സോ അതുകൊണ്ട് ടയറെല്ലാം സ്വന്തം റിസ്കിൽ മാത്രം നമ്മളോട് ചോദിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തരുന്ന പൈസയ്ക്ക് നമ്മൾ ഗ്യാരണ്ടി, പക്കാ ഗ്യാരണ്ടി. ഒരു കാരണവശാലും നിങ്ങളെ പൈസ എവിടെയും പോകത്തില്ല. പാഴ്സലാണ്. കൊറിയർ സർവീസ് മാത്രമേ നമുക്കുള്ളൂ. കൊറിയർ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. ബൈ.